കേരളത്തിലെ പ്രധാനപ്പെട്ട ചില ചുരങ്ങളും ആ ചുരങ്ങൾ കണക്ട് ചെയ്യുന്ന സ്ഥലങ്ങളും നമുക്ക് നോക്കാം. പാലക്കാട് ചുരം. പാലക്കാട് ചുരം കണക്ട് ചെയ്യുന്നത് പാലക്കാടിനെയും കോയമ്പത്തൂരിനെയുമാണ്. പാലക്കാടിനെയും കോയമ്പത്തൂരിനെയും കണക്ട് ചെയ്യുന്ന ചുരമാണ് പാലക്കാട് ചുരം. താമരശ്ശേരി ചുരം കേട്ടിട്ടില്ലേ? താമരശ്ശേരി ചുരം കണക്ട് ചെയ്യുന്നത് മൈസൂരിനെയും കോഴിക്കോടിനെയുമാണ്. മൈ കോഴി ഈസ് താമര. എൻ്റെ കോഴിയുടെ പേര് താമര. ഇതാണ് ഞാൻ ഓർത്ത് വെച്ചിരിക്കുന്ന ഒരു കണക്റ്റിംഗ് കോഡ് കേട്ടോ. നമുക്ക് രസകരമായിട്ട് ഓർത്ത് വെച്ചാൽ നമുക്ക് മറന്നുപോയാലും ഇങ്ങനെയൊക്കെ കിട്ടുമല്ലോ. സോ മൈസൂരിനെയും കോഴിക്കോടിനെയും കണക്ട് ചെയ്യുന്ന ചുരം ഏതാണെന്ന് ചോദിച്ചാൽ മൈ കോഴി താമര, താമരശ്ശേരി ചുരം. പാൽച്ചുരം. പാൽച്ചുരം കണക്ട് ചെയ്യുന്നത് കണ്ണൂരിനെയും വയനാടിനെയും. കണ്ണിനും വയറിനും പാല് നല്ലതാണ്. ഇതാണ് ഞാൻ ഓർത്ത് വെച്ചിട്ടുള്ളത്. കണ്ണിനും വയറിനും പാല് നല്ലതാണ്. സോ പാൽച്ചുരം കണക്ട് ചെയ്യുന്നത് കണ്ണൂരിനെയും വയനാടിനെയും തമ്മിലാണ്. പേരമ്പാടി ചുരം കണക്ട് ചെയ്യുന്നത് കണ്ണൂരിനെയും കൂർഗിനെയുമാണ്. കണ്ണൂർ കേരളത്തിലാണ്, കൂർഗ് കർണാടകയിലാണ്. അപ്പം നമ്മൾ കേരളത്തിൽ നിന്ന് കൂർഗിലേക്ക് പോകുമ്പോൾ നമ്മൾ പേര് ചോദിച്ച് പോകണമെന്ന് ഓർത്താൽ മതി. പേര് കണ്ണൂരിൽ നിന്ന് കൂർഗിലേക്ക് പോകുന്നത് കണ്ണൂരിനെയും കൂർഗിനെയും കണക്ട് ചെയ്യുന്നത് പേരമ്പാടി ചുരമാണ്. പുനലൂരിനെയും ചെങ്കോട്ടയും കണക്ട് ചെയ്യുന്ന ചുരം ഏത്? പുനലൂരിനെയും ചെങ്കോട്ടയും ഞാൻ എങ്ങനെ ഓർത്തിട്ടില്ലെന്നറിയോ? പുനലൂരുള്ള ആര്യയുടെ വീട് ചെങ്കല്ല് കൊണ്ടാണ് ഉണ്ടാക്കിയിട്ടുള്ളത്. പുനലൂരുള്ള ആര്യയുടെ വീട് ചെങ്കല്ല് കൊണ്ട്. സോ പുനലൂരിനെയും ചെങ്കോട്ടയും കണക്ട് ചെയ്യുന്ന ചുരം ആര്യങ്കാവ് ചുരം. നാടുകാണി ചുരം കേട്ടിട്ടുണ്ടോ? നാടുകാണി ചുരം എവിടെയാണെന്ന് കമൻറ്റ് ചെയ്യാമോ? അതുപോലെ നിങ്ങളുടെ ജില്ലയിൽ ഏതെങ്കിലും ചുരം ഉണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യണേ.